ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഒന്ന് ഫ്രിഡ്ജ് നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഫ്രിഡ്ജിന് ഒരു വലിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ വെള്ളം ലീക്കാവുന്ന പ്രശ്നം. ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഏകദേശം ഒരു 7 വർഷമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പരമാവധി ടെക്നിക്സും കാര്യങ്ങളൊക്കെ നോക്കി ഇത് ലീക്ക് കളയാൻ വേണ്ടിയിട്ട്, പക്ഷേ എങ്ങനെയും അത് നിൽക്കണില്ല. ബാക്ക് വശത്തു നിന്നുള്ള നമ്മുടെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ പാത്രത്തിലെ വെള്ളം അതൊക്കെ എടുത്ത് നോക്കി നമ്മൾ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇത് എങ്ങനെയും പറ്റണില്ല. ഒന്നാമത് നമ്മുടെ സ്റ്റോർ റൂമിലാണ്, അടുക്കളയിൽ ഒരു സ്റ്റോർ റൂമുണ്ട്, അവിടെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പേസും കുറവാണ് അതിൻ്റെ. അപ്പോൾ ക്ലീനിങ്ങും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ടൈമിൽ കുറച്ച് ഗ്യാപ്പായിപ്പോയി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വെക്കേഷൻ്റെ സമയത്ത് എൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ കുറച്ച് ഇതൊരു ഗ്യാപ്പ് വന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ടിത് മോശമായിട്ട് ഉണ്ട്. ഒന്നാമത് ഈ ലീക്കേജ് ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുക, നീറ്റ്നെസ് ഇല്ലാണ്ടായിട്ടുണ്ട്. ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അതൊരു ക്ലീൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്പോൾ ഓരോന്നോ പാർട്സായിട്ട് ഞാൻ അതിൽ നിന്നും മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ പാർട്സും ഇതുപോലെ സെപ്പറേറ്റ് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടത് ക്ലീൻ ആക്കാൻ പറ്റും. ഒരിക്കലും നമ്മളിതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഞാനിതിവിടെ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ലീക്കേജിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്, കുറച്ച് ഡിലേ വന്നതുകൊണ്ടും, ഇത് നന്നായിട്ട് എന്തൊക്കെയോ അഴുക്കുകളുണ്ട്. അപ്പോൾ അത് പോകണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നവരും അഥവാ അത്ര അഴുക്കൊന്നും പിടിച്ചിട്ടില്ലാത്തവരും ആണെങ്കിൽ നമ്മൾ സ്പോഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കഷ്ണം കൊണ്ടോ ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ പാർട്സും ഞാൻ ക്ലീൻ ചെയ്യുവാണ്. നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ബീഡിങ് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റണം. അത് ഒന്നാമത് പൊട്ടിപ്പോയിട്ട് കുറച്ച് ഭാഗം നമ്മൾ ഊരി വെക്കുകയൊക്കെ ചെയ്തിട്ട് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഈ കറണ്ട് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇതുപോലെ അത് സേഫ് അല്ലാത്ത രീതിയിൽ ആണ് ഉള്ളതെങ്കിൽ പ്രത്യേകിച്ച് കറണ്ട് ചാർജ് നന്നായിട്ട് കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള കറണ്ട് ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കമ്പനിയിൽ വിളിച്ചിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഫുള്ളായിട്ടുള്ളൊരു ക്ലീനിങ് നടത്താനുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഇത്രയൊന്നും അഴുക്ക് എപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ ഈ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസും കാര്യങ്ങളും തേങ്ങയൊക്കെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ തേച്ചൊരച്ച് സത്യം പറഞ്ഞാൽ കഴുകുന്നത്. ഇതിത്ര തേച്ചൊരച്ച് കഴുകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എല്ലാ പാർട്സും ഊരി എടുത്തിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്തുള്ള കച്ചറയും അതൊക്കെയാണ് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ പാർട്സുകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് എല്ലാം ഊരി എടുത്തിട്ട് അതിനെ നഗ്നനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കണം. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജ് അങ്ങനെ തന്നെ എടുത്ത് മാറ്റി ഒന്ന് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് വെള്ളം കോരി പറന്ന് അങ്ങനെയല്ല, മൊത്തത്തിലൊന്ന് തുടച്ച് നീറ്റാക്കി വെക്കാറാണ്. അപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ അവിടുന്ന് തന്നെ പറ്റുന്ന പോലെയെല്ലാം ഊരിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് കുറച്ച് ഡിഷ് വാഷും അതുപോലെ തന്നെ കുറച്ച് വിനെഗറും എടുത്തിട്ട്
ആ വെള്ളത്തിൽ ഇട്ട് തുടക്കുവാണെങ്കിൽ നന്നായിട്ട് അത് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഡിഷ് വാഷ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹാൻഡ് വാഷ് എടുത്തിട്ടാണ് കുറച്ച് വിനെഗറും ചേർത്തിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ബീഡിങ്ങിൻ്റെ അടിവശത്ത് കംപ്ലീറ്റ് അത് പൊട്ടിയിട്ട് ഊരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്ത് മാത്രമാണ് അത് ഉള്ളത് കേട്ടോ. അപ്പോൾ അതെന്തായാലും മാറ്റണം. അപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അത്ര ക്ലീൻ ചെയ്യാത്തത്. പിന്നെ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം പിന്നെ വേറെയും വെള്ളത്തിൽ തുണി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. എന്നാലേ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു പിന്നെ സോപ്പിൻ്റെ ഒക്കെ ഒരു സംഭവം പോവുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാസത്തേക്കൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ 2 ആഴ്ചത്തൊക്കെ അങ്ങനെയൊക്കെ പിന്നെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതിൽ പിന്നെ ഭയങ്കരമായിട്ട് ലോഡാക്കിയിട്ട് വെക്കുന്നതിനേക്കാൾ കുറച്ച് ഒരു 7 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഉള്ള സംഭവങ്ങൾ മാത്രം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ അതുപോലെ ഇങ്ങനെ എഗ്ഗൊക്കെ വെക്കുന്നത് അത് അതിൻ്റെ കൂർത്ത ഭാഗമുണ്ടല്ലോ, അത് താഴോട്ടാക്കിയിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇഞ്ചിയും ഈ സംഭവങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ആണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ എപ്പോഴും കഴുകി നീറ്റാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇത് കണ്ടെയ്നറൊക്കെ വാങ്ങിയിട്ട് എനിക്കിത് വെക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, അവർ വന്നിട്ടൊന്ന് ഇതൊക്കെ ഓക്കെ ആക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് ഞാനിവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.